ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിദ്യാഭ്യാസ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം. നാം കൊച്ചു സംഘമായിരിക്കാം, പക്ഷേ നാം നിർവഹിക്കുന്നത് വലിയ ഉത്തരവാദിത്വങ്ങളാണ്. അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ ജനസംഖ്യ 11,40,109. നമുക്ക് ഒരാൾക്ക് 10,000 പേരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടി വരും. നമുക്ക് കഴിയും. قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. തങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് ഉറപ്പുള്ളവർ പറഞ്ഞു. എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. ദഅവ രംഗത്ത് ജില്ലയിൽ ഏറെ സാധ്യതയുള്ള മേഖലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുഖ്യ മാർഗമാണ് എന്നുകൂടി തിരിച്ചറിയുകയാണ്. ഈ രംഗത്ത് നാം ചെയ്യുന്ന ഏത് പ്രവർത്തനവും പ്രതിഫലാർഹമാണ്. കാരണം وَمِنَ النَّاسِ وَالدَّوَابِّ وَالْأَنْعَامِ مُخْتَلِفٌ أَلْوَانُهُ كَذَلِكَ إِنَّمَا يَخْشَى اللَّهَ مِنْ عِبَادِهِ الْعُلَمَاءُ إِنَّ اللَّهَ عَزِيزٌ غَفُورٌ. മനുഷ്യരിലും മൃഗങ്ങളിലും കന്നുകാലികളിലും അതുപോലെ വിഭിന്ന വർണ്ണങ്ങളുള്ളവയുണ്ട്. അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. പ്രപഞ്ച വിസ്മയങ്ങൾക്കൊപ്പം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുമ്പോൾ പടച്ചവനെ പേടിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. തീർച്ച. അത്തരം ഒരു സംരംഭമാണ് നാം ലക്ഷ്യം വെക്കുന്ന സേഫ് ഹൗസ് ഓഫ് നോളജ്. അൽഹംദുലില്ലാ, അതിന് ഈ വർഷം തന്നെ തുടക്കം കുറിക്കുകയായി. തുടർ വർഷങ്ങളിൽ 6-7 ക്ലാസുകളായി ഉയർത്തി UP സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം വിശുദ്ധ ഖുർആൻ, വിവിധ ഭാഷാ നൈപുണികൾ തുടങ്ങിയവ നൽകി ഉത്തമ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കണം. അക്ഷരാർത്ഥത്തിൽ ദഅവ പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും സർവ്വ നന്മകളുടെയും കേന്ദ്രമായി മാറാൻ നാം പടുത്തുയർത്തുന്ന മഹത് സ്ഥാപനം. പ്രയർ ഹാൾ, ഖുർആൻ ലേണിംഗ് സ്കൂൾ, അൽഫിത്ര പ്രീ സ്കൂൾ, ഓർഫൻ കെയർ, മദ്രസ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, മെഡിക്കൽ എയ്ഡ് സെന്റർ, ലൈബ്രറി, സക്കാത്ത് സെൽ തുടങ്ങി വൈവിധ്യങ്ങളായ നന്മകളുടെ കേന്ദ്രമാണ് നമ്മുടെ ലക്ഷ്യം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ പാതിനിലയിൽ എത്തി നിൽക്കുകയാണ്. ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അല്പദൂരം കൂടി ബാക്കി നിൽക്കുന്നു. അടിയന്തിരമായി 30 ലക്ഷം രൂപ അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഒരു മുസല്ലക്ക് 20,000 രൂപ തോതിൽ 150 പേരിലൂടെ നമ്മുടെ പ്രാർത്ഥനാ ഹാൾ പൂർത്തീകരിക്കാൻ കഴിയും ഇൻഷാ അള്ളാഹ്. ദൈവമാർഗത്തിലെ ദാനത്തിന്റെ പ്രാധാന്യം, സ്വതക്കത്തുൻ ജാരിയയുടെ മഹിമ ഇവ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ വരുമാനമുള്ള ആളുകൾ ആത്മാർത്ഥമായി സഹകരിച്ചാൽ പൂർത്തിയാക്കാവുന്നതേയുള്ളൂ. കാസർഗോഡ് അറബിക് കോളേജ് സേഫ് ജി ക്യാമ്പസ് 100 കണക്കിന് കുടുംബങ്ങൾക്ക് വെളിച്ചമായി മാറിയ, പഠനം കഴിഞ്ഞ് നിരവധി പേർക്ക് ജീവിതമാർഗത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത മാതൃസ്ഥാപനമാണ് കാസർഗോഡ് അറബിക് കോളേജ്. പ്രകൃതി മനോഹരമായ ചന്ദ്രഗിരി പുഴയുടെയും ചരിത്രമുറങ്ങുന്ന ചന്ദ്രഗിരി കോട്ടയുടെയും സമീപത്ത് തലയുയർത്തി നിൽക്കുന്ന അറബിക് കോളേജ് 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, സാമ്പത്തികമായി സഹായിച്ച സുമനസ്സുകളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവെ, അവരെ നീ അനുഗ്രഹിക്കണമേ. ആമീൻ. 250-ലധികം കുട്ടികൾ, 25-ലധികം ഉദ്യോഗസ്ഥർ, 1000-ഓളം കുട്ടികൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പാഠം നൽകിയ മഹത്തായ സ്ഥാപനമാണ് അൽഫിത്ര ഇസ്ലാമിക് LP സ്കൂൾ. 10 വർഷം മുമ്പ് വിദ്യാനഗറിൽ പ്രീ സ്കൂളായി തുടക്കം കുറിച്ച്
ഇന്ദിരാനഗറിൽ 4ാം ക്ലാസ് വരെ എത്തി നിൽക്കുന്ന അൽഫിത്ര ഒരു ജനവികാരമായി വളർന്നു കഴിഞ്ഞു. സ്ഥലപരിമിതികൾക്കുള്ളിലും ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന അധ്യാപികമാർ, പിന്തുണ നൽകുന്ന മാനേജിംഗ് കമ്മിറ്റി, ഇവയെല്ലാം ഈ കുതിപ്പിന് പിന്നിലെ ഘടകങ്ങളാവാം. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ റീഡ് സെന്റർ കോട്ടിക്കുളം സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബഹുജന പിന്തുണയോടെ വളർന്നുവരുന്ന മറ്റു സ്ഥാപനമാണ് പ്രതീക്ഷയുടെ കീഴിലുള്ള അൽഫിത്ര പ്രീ സ്കൂൾ. ആവേശകരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ വർഷം 1ാം ക്ലാസ് ആരംഭിക്കുകയാണ്. സ്വന്തമായ കെട്ടിടത്തിൽ സൗകര്യപ്രദമായ ക്ലാസ് മുറികളോടെ തുടക്കം കുറിച്ച മറ്റൊരു സ്ഥാപനമാണ് അൽഫിത്ര പ്രീ സ്കൂൾ തെക്കിൽ. കൃത്യമായ ചുവടുവെപ്പുകളോടെ അതും പുരോഗമിക്കുന്നു. ജില്ലയുടെ തെക്ക് ഭാഗത്ത് കാലിക്കടവിൽ 10 വർഷമായി ഉറവ വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് അൽഫിത്ര പ്രീ സ്കൂൾ കാലിക്കടവ്. ചുരുക്കത്തിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ ആൻഡ് പ്രയർ ഹാൾ, ഉക്കിനടുക്ക, കാസർഗോഡ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപത്ത് വർഷങ്ങളായി നമ്മുടെ കയ്യിലുള്ള 20 സെന്റ് സ്ഥലത്ത് നാം ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ഹോസ്റ്റൽ ആൻഡ് പ്രയർ ഹാൾ. വിവിധ ജില്ലകളിൽ നിന്നും പഠനാവശ്യാർത്ഥം മെഡിക്കൽ കോളേജിലെത്തുന്ന വിദ്യാർത്ഥിനികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനും ആശുപത്രിയിൽ എത്തുന്നവർക്ക് നമസ്കരിക്കുവാനുമുള്ള സൗകര്യമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. വരും കാലത്ത് ദഅവ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന ഒരു പദ്ധതിയാണ് ഇതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് മാസത്തോടെ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. ഇത് ഇവിടെ അവസാനിക്കുകയല്ല. വിദ്യാഭ്യാസ പ്രബോധന പ്രവർത്തനങ്ങളുടെ കുതിപ്പിന് ആദ്യ ചുവടുകൾ മാത്രം. നമ്മുടെ സമ്പത്തും സമയവും ആരോഗ്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള ഒരു അവസരം. വരും തലമുറക്ക് പ്രചോദനമാകാൻ, വിയർപ്പുകണങ്ങളോടെ റബ്ബിലേക്ക് തിരിക്കാൻ. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ ചെയ്തു വെച്ചതും അവരുടെ അനന്തരഫലങ്ങളും നാം എഴുതി വെക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തി വെച്ചിരിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ.